സൂയിസൈഡ്സിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അറിയാൻ താല്പര്യപ്പെടുന്ന ഒരു സാധനം വാട്ട് ആർ ദ വാർണിംഗ് സൈൻസ് അല്ലേ? നമ്മൾക്ക് എങ്ങനെയാണ് ഇവരെ തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളതാണ്. അതിനെ നമ്മൾ കണക്കൂട്ടി എടുക്കുകയാണെങ്കിൽ നമുക്കത് രണ്ട് തരമായിട്ട് മെയിൻ ആയിട്ട് തിരിക്കാം. ടോക്കിംഗ്, ഫീലിംഗ് എന്നുള്ളതൊന്നും, ചേഞ്ചിങ് ബിഹേവിയർ എന്നുള്ളത് രണ്ടായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ടോക്കിംഗ്, ഫീലിംഗ് എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ സാധാരണഗതിയിൽ നമ്മൾ എങ്ങനെ പോയാലും ഒരു സൂയിസൈഡിന് മുമ്പ് ആൾക്കാർ സംസാരിച്ച് തുടങ്ങും എന്നുള്ളതാണ്. അവരുടെ ഉള്ളിൽ അവർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത്. ഇറ്റ് കുഡ് ബി എനിത്തിങ്. അതായത് എന്തിനെ കുറിച്ചെങ്കിലും ഒരു ഗിൽട്ട്, ഷെയിം അതിങ്ങനെ കൊണ്ട് നടക്കുന്നതാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിൽ ഇങ്ങനെ എന്നെ ഇപ്പം ആർക്കും വേണ്ടല്ലോ എന്നുള്ള ഒരു ചിന്തയായിരിക്കാം. ഇതൊന്നും പോരാതെ അവരുടെ ഉള്ളിൽ ഒരു ഇമോഷണൽ ട്രോമ, ഒരു പ്രേമ നൈരാശ്യാവുക, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ട്രോമ, ഒരു ആക്സിഡന്റിൽ പെട്ടിട്ട് കൈയോ കാലോ പ്രവർത്തിക്കാതിരിക്കുക. നമ്മൾ ഇത്രയും കാലം നോർമലായി നടന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഒരാളുടെ സപ്പോർട്ട് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ ഉള്ള ഒരു ട്രോമ. ഈ കാര്യങ്ങൾക്കെല്ലാം സത്യം പറഞ്ഞാൽ കൗൺസിലിംഗിൽ കുറേ മാറ്റങ്ങൾ വരും. പക്ഷേ ഈ കൗൺസിലിംഗ് സീക്ക് ചെയ്യാതെ ഐ എം ഫൈൻ എന്ന് പറഞ്ഞ് തന്നെ മാറി നിൽക്കുമ്പോഴും നമ്മൾ ആക്ച്വലി ഇങ്ങനത്തെ ട്രോമയും കാര്യങ്ങളും ഉള്ള ഒരാളാണെങ്കിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.